നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ കെ കൃഷ്ണൻ സ്മാരക മാധ്യമ അവാർഡ് ടി അനൂപിന് സമ്മാനിച്ചു. കൂത്തുപറമ്പ് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന കെ കൃഷ്ണൻ അനുസ്മരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യനാണ് അവാർഡ് നൽകിയത്. കൂത്തുപറമ്പ് പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് കെ കൃഷ്ണന്റെ 25ാം ചരമവാർഷികാചരണവും അവാർഡ് സമർപ്പണവും വ്യാപാര ഭവനിൽ നടന്നു. പ്രസ് ഫോറം ഏർപ്പെടുത്തിയ കെ കൃഷ്ണൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദേശാഭിമാനി പിണറായി ഏരിയ ലേഖകൻ ടി അനൂപിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അവാർഡ് സമ്മാനിച്ചു. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിൻ്റെ സ്ഥാപകനും കൂത്തുപറമ്പിൽ ദീർഘകാലം മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ടറായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള കെ കൃഷ്ണേട്ടൻ്റെ സ്മരണാർത്ഥമാണ് ഇത്തരമൊരു മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാധ്യമ പുരസ്കാരം ഇത്തവണ അർഹനായിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ അനൂപാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് പിണറായി ഇലക്ട്രിക്കൽ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെ വളരെ സസൂക്ഷ്മം പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു അവാർഡിന് അദ്ദേഹത്തെ അർഹനാക്കിയിട്ടുള്ളത്. ഇന്ന് മാധ്യമ പ്രവർത്തനം വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു കാലമാണ്. മാധ്യമ പ്രവർത്തനമല്ല മാത്രമല്ല പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളാകെ വലിയ വെല്ലുവിളി നേരിടുന്ന കാലമാണ്. 5000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. നഗരസഭാ ചെയർപേഴ്സൺ വി ഷിജിത്ത് അധ്യക്ഷനായി. കൃഷ്ണേട്ടൻ കാണിച്ചൊരു മാതൃകയെ സംബന്ധിച്ചാണ് ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗത ഭാഷകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. വസ്തുനിഷ്ഠാപരമായ മാധ്യമ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വസ്തുനിഷ്ഠത, സത്യസന്ധത, കൃത്യത തുടങ്ങിയ കാര്യങ്ങൾ. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി അങ്ങേയറ്റത്തെ ഇടപെടൽ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു കൃഷ്ണേട്ടൻ. എൻ ധനഞ്ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു കാലം പത്രപ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയിലാണ് കൃഷ്ണേട്ടനെ അനുസ്മരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ പ്രിയപ്പെട്ട ബിനോയ് പറഞ്ഞതുപോലെ 48 വർഷമായി പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഏതാണ്ട് 10-25 വർഷക്കാലം കൃഷ്ണേട്ടൻ്റെ കൂടെ ആ ജോലി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സത്യസന്ധനായ മാധ്യമപ്രവർത്തകൻ എന്നാണ് കൃഷ്ണേട്ടനെ എനിക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയുക. എം സുകുമാരൻ, ഹരിദാസ് മുക്കേരി, എം വിനോദ്, ഷംജിത്ത് പാട്യം, അലി മുട്ടമ്മൽ, ടി കെ അനീഷ്, എം എ ബിജു, കെ വി ധർമ്മരാജൻ, സി വിശ്വനാഥൻ,
MK ബാലൻ, K രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ ശ്രീ ധനഞ്ജയൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അക്കാലം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വാർത്തകൾ ഇന്ന് കൊടുക്കാനോ വാങ്ങാനോ പ്രക്ഷേപണം ചെയ്യാനോ വലിയ പ്രയാസമൊന്നുമില്ല ഇക്കാലത്ത്. അവിടെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഇപ്പോൾ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണൻ മാനന്തവാടിയെ വാർത്തയെടുക്കാൻ അവിടെ ലോറി കയറിപ്പോയി അവിടെ കൊണ്ടുവന്ന് അത് കോഴിക്കോട് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യ ബോധം, ആ കർത്തവ്യബോധം അത് ആ കാലഘട്ടത്തിൽ പത്രപ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നമ്മുടെ രാജ്യത്തിനാകെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും അതുപോലെ തന്നെ ആത്മാർത്ഥതയുടെയും ഒരു പ്രതിരൂപമായിരുന്നു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.